ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ആർ. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അടുക്കള കണ്ടപ്പോൾ മനസ്സിലായല്ലോ, പുറകിൽ അടുപ്പൊക്കെ കണ്ടപ്പം പാസ്തയാണ്. അപ്പം എനിക്ക് നൂഡിൽസൊക്കെ നമ്മൾ ഞാൻ കുറേ കഴിക്കുന്നതായതാണ് ഒരു വെറൈറ്റി പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇവിടെ ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉള്ളി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇലക്ട്രിക് ചോപ്പറിലാണ് അതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് നാലായിട്ട് മുറിച്ച് അതിനകത്തോട്ടിട്ട് നമ്മൾ മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇപ്പം ഈ ചോപ്പറൊക്കെ കാണും. കാരണം ഓക്കെ, അത് നമ്മൾ കുഞ്ഞായിട്ട് കത്തി കൊണ്ടാണ് യൂസ് ചെയ്യാൻ, ഭയങ്കര കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ പാസ്ത എടുത്തേക്കുന്നത്. ഫസ്റ്റായി ആയത് കാരണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഗ്യാസ് കത്തിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഇടയിൽ ഒരു കുക്കർ ഇട്ട് കൊടുത്ത ശേഷം അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ് പേരക്കൊക്കെ കഴിച്ച് അതിൽ ഓടി നടക്കുക, അതാണ് അവളുടെ പണി. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ. ഓക്കെ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ മുമ്പ് അരിഞ്ഞ് മാറ്റി വെച്ച സവാള ഫുൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഒരു ഗോൾഡ് കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റുക. ഓക്കെ, എന്നിട്ട് അതിനകത്തോട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. നമ്മൾ സാധാരണ ഇടുന്നതല്ല, ഇച്ചിരി ഏറെ ഇടണം. കാരണം പാസ്ത നമ്മൾ അതിനകത്തിട്ട് തന്നെ വേവിക്കണം, അത് കാരണം അതിനനുസരിച്ചുള്ളത്. അതിനകത്തോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക, കഴുകി മാറ്റിച്ച്. അപ്പം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. നമുക്ക് 2 വിസിലാണ് അഴിക്കണം. എൻ്റെ ഒരു വിസിലായപ്പോൾ വെന്തു. അതിനകത്തോട്ട് നമ്മുടെ മാഗി മസാല കിട്ടുമല്ലോ, അതിടുക. അത് ജസ്റ്റ് മിക്സ് ചെയ്ത് ടേസ്റ്റും സംഭവം അടിപൊളി, മസ്റ്റ് ട്രൈ.